കീം എക്സാമിനേഷൻ കഴിഞ്ഞ് 2025 ജെഇ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ജെഇ റിപ്പീറ്റർ പ്രോഗ്രാമിന്റെ പ്രധാന പ്രശ്നങ്ങളെന്നും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സ്ട്രാറ്റജിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുമുള്ള ഇവിടുത്തെ ജെഇ റിപ്പീറ്റർ പ്രോഗ്രാമിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ എങ്ങനെയാണ് സൈലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നുമുള്ള വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്നിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. മക്കളെ, കീമിലൊക്കെ ചിലപ്പോൾ നമുക്കൊരു റാങ്ക് കിട്ടി എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുമായിരിക്കും. പക്ഷെ പല ആളുകളുടെയും സ്വപ്നം എന്ന് പറഞ്ഞാൽ IIT-കളിലും NIT-കളിലൊക്കെ പോയി പഠിക്കുകയാണ്. അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ ജെഇ ക്രാക്ക് ചെയ്യാണ്. പക്ഷേ ജെഇ വരാൻ പോകുന്നത് ജനുവരി മാസത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ തുടങ്ങിയാൽ നമുക്ക് 6 മാസം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജെഇ പ്രിപ്പറേഷനിൽ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും ടൈം നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ജെഇ പ്രിപ്പറേഷനിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ 6 മാസം കൊണ്ട് ജെഇയുടെ കംപ്ലീറ്റ് സിലബസ് നമുക്ക് ഫിനിഷ് ചെയ്യണം, റിവിഷൻ നടത്തണം, മാക്സിമം എക്സാംസും എഴുതിയിട്ട് മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതിനാണ് കൃത്യമായിട്ടുള്ള ഹൈബ്രിഡ് ഫോമാറ്റ് സൈലം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൈലത്തിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഹൈബ്രിഡ് ഫോമാറ്റ് എന്ന് പറയുന്നത്. അതിൽ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നു, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്വയം ആക്റ്റീവായിട്ട് പഠിക്കുന്നു, തൊട്ടടുത്ത ദിവസം ക്ലാസ് റൂമിൽ വരുന്നു, ആദ്യമേ ജെഇയുടെ അതേ ഫോമാറ്റിലുള്ള എക്സാം എഴുതുന്നു, അതായത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എക്സാം. ഇത് കഴിഞ്ഞാൽ നേരെ ഓഫ്ലൈൻ ക്ലാസ്സിൽ അധ്യാപകൻ വരുന്നു, ഒന്നും കൂടെ ആ ടോപ്പിക്ക് പഠിപ്പിക്കുന്നു, വ്യത്യസ്തമായ കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ ചെയ്യിപ്പിക്കുന്നു. ഇതാണ് സൈലത്തിന്റെ ഹൈബ്രിഡ് ഫോമാറ്റ് എന്ന് പറയുന്ന മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോമാറ്റ് ആണ്. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫോമാറ്റ് ആണ് ആവറേജ് സ്റ്റുഡൻസിൽ നിന്ന് പോലും. അപ്പൊ അതാണ് നമ്മൾ ജെഇയിൽ ഈ വർഷം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഡിസൈഡിംഗ് ആയിട്ടുള്ള മാത്സ് സബ്ജക്ട് അത്രയും മനോഹരമായിട്ടാണ് നമ്മൾ ഇത്തവണ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. യെസ്, ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഈക്വലി ഹൈ സ്കോറിംഗ് സബ്ജക്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡിസൈഡിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നത് മാത്തമാറ്റിക്സ് ആണ്. അതിന് പുറമെ നമ്മൾ മറ്റ് എക്സാമുകൾ എടുക്കിയാലും അതിൽ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം എടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് മാത്സ് ആണ്. പല കുട്ടികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ ബോർഡ് എക്സാമിലൊക്കെ മാത്സിന് നല്ല മാർക്ക് വാങ്ങിയിട്ടുണ്ടാവും, പക്ഷേ NCERT-യിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് പോലും പല ആളുകളും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ആൻഡ് പല കോച്ചിങ് സെന്ററുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 6 മാസം കൊണ്ട് വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ക്ലാസ് മുറിയിൽ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 5000 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ഈ 6 മാസം കൊണ്ട് നമ്മൾ കുട്ടികളെ വർക്കൗട്ട് ചെയ്യിപ്പിക്കും, ക്ലാസ് മുറികളിൽ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അതിന് ഡെയിലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് പാത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും ഓൺ ആൻ ആവറേജ് ഒരു 30 മാത്സ് പ്രോബ്ലംസെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ DPP-കൾ അങ്ങനെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ഏറ്റവും ബേസിക് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്ക്, പിന്നെ NCERT എക്സാംപ്ലർ പ്രോബ്ലം ബുക്ക്, പിന്നെ കീമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ജെഇ മെയിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്, ജെഇ അഡ്വാൻസിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ടൈപ്പ് വൈസ് ആയി പാറ്റേൺസ് ആക്കി ഷോർട്ട് കട്ട്സുകൾ ഉൾപ്പെടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുലകളൊക്കെ അറ്റ് എ ഗ്ലാൻസ് കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ DPP-കൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല മാത്സിന് നമ്മൾ കൂടുതൽ സമയം കൂടി കൊടുത്ത് ഏറ്റവും ആദ്യം തന്നെ ചാപ്റ്റർ 0 ബേസിക് മാത്തമാറ്റിക്സ് ഉൾപ്പെടെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ നിങ്ങളെ എക്സാമിന് റെഡിയാക്കി വിടുന്നത്. അപ്പോൾ മക്കളെ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 5000-ഓളം ചോദ്യമാണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വെറും ഒരു ചാപ്റ്ററിൽ നിന്ന് 30 ചോദ്യം വെച്ചിട്ട് മാക്സിമം പോയാൽ 900 ചോദ്യം ചെയ്യും. ഇവിടെ 5000-ഓളം ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിച്ച് വിടാൻ പോകുന്ന ഒരു സബ്ജക്റ്റിൽ. അങ്ങനെ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾ അത്രയധികം ചോദ്യങ്ങൾ 15000-ഓളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ വർക്ക് ചെയ്യിച്ച് നിങ്ങളെ ഈ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് റെഡിയാക്കി നമ്മൾ സിലബസും കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ നടത്തി വിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എപ്പോഴാണ് സൈലം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാകുക. സൈലം ക്ലാസ് തുടങ്ങാൻ പോകുന്നത് ജൂൺ 15-നാണ്. അടുത്ത ബാച്ച്, പുതിയ ബാച്ച് ഓൾറെഡി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത ന്യൂ ബാച്ച് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പഠിപ്പിക്കാൻ പോകുന്നത് ജൂൺ 15-നാണ്. ജൂൺ 15-ന് തുടങ്ങുന്ന ബാച്ച് നമ്മൾ ഡിസംബർ 15-നായിരിക്കും അവസാനിക്കുക. കാര്യം സിലബസ് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ടോപ്പിക്കും വളരെ ഡെപ്തിൽ കോൺസെപ്റ്റും പഠിപ്പിച്ച് അത്രയധികം ചോദ്യങ്ങളും ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് അത്രയും സമയം വേണം. ഡിസംബർ 15-ന് നമ്മൾ സിലബസ് തീർക്കും. അപ്പോൾ ആ ഒരു റൗണ്ട് സിലബസ് കംപ്ലീഷന് വേണ്ടിയുള്ളതാണ്. ഇനി ഡിസംബർ 15-ന് ശേഷം സാറ് പറയും. ഡിസംബർ 15 കഴിഞ്ഞാൽ എക്സാം വരാൻ പോകുന്നത് ജനുവരി ലാസ്റ്റ് വീക്കാണ്. അപ്പോൾ ഏകദേശം ഒരു 40-45 ഡേയ്സ് നമുക്ക് റിവിഷന് കിട്ടും. ആ റിവിഷൻ സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കണ്ട ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള, ഏറ്റവും ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന, വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളെല്ലാം പിന്നെ നമ്മൾ LMRP മോഡലിൽ നമ്മൾ ഒരു ഘട്ടം കൂടി അതിൽ കൂടെ കടന്നു പോവുകയും ചെയ്യും. അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് മോക്ക് എക്സാം ഇൻക്ലൂഡിംഗ് GIPs കമ്പ്യൂട്ടർ ബേസ്ഡ് മോക്ക് എക്സാമിലൊക്കെ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. നമുക്കറിയാം നമ്മൾ എത്ര പഠിച്ചാലും അൾട്ടിമേറ്റ്ലി ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് ആ 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂറിന് നമ്മൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ലാർജ് നമ്പർ ഓഫ് എക്സാംസ് എഴുതണം. അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ആക്ച്വൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് സിമുലേറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മൾ എക്സാം എഴുതാൻ കോൺഫിഡൻ്റ് ആയിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഡിസംബർ 15-ന് നമ്മൾ സിലബസ് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തെ റിവിഷൻ പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞ് മാക്സിമം കേരളത്തിൽ
സൈലം മാത്രമാണ് എല്ലാ സെന്ററുകളും, അതായത് കേരളത്തിൽ ജെഇ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ തന്നെയുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുക. അപ്പൊ ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തി എക്സാമും എഴുതിച്ച്, അതായത് മാക്സിമം എക്സാംസും എഴുതിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, phase 1 മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ജെഇക്ക് അയക്കുള്ളൂ. ഇനി phase 1 കഴിഞ്ഞാൽ തീർന്നോ? ഇല്ല, phase 1 കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാണ്. കാരണം നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടി എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ എക്സാം വരെ നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജെയിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോപ്പ് സ്കോറിലെത്തി അഡ്വാൻസിലേക്ക് ഉടനെ തന്നെ പോകണം എന്നുള്ള ആളുകൾക്ക് അഡ്വാൻസിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ജെഇ phase 2 ഏപ്രിൽ വരാനിരിക്കുന്നുണ്ട്. അതിൽ സ്കോർ ഇംപ്രൂവ് ചെയ്യേണ്ട ആളുകൾക്ക് ജെഇ phase 2 വേണ്ടിയുള്ള ക്ലാസ്സുകൾ തരും. എന്നാൽ കീമിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുന്ന ആളുകൾക്ക് കീമിന്റെ ക്ലാസ്സുകളും, അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ക്ലാസ്സുകൾ തരും. അവസാനം വരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും, ക്ലാസ്സുകൾ തരികയും മോക്ക് എക്സാംസും റിവിഷനും കൂടെ തന്നെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു 1 ഇയർ പ്രോഗ്രാം സൈലം ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോവാൻ. അടുത്ത ജെഇ അഡ്വാൻസ് വരെയുള്ള സമയം നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു അക്കാഡമിക് സ്ട്രക്ചറിലേക്കാണ് സൈലം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾക്ക് ഒരു അവസരം തരിക, നിങ്ങളെ ഞങ്ങൾ എത്തിച്ചിരിക്കും. കൃത്യമായി, അതായത് കോൺഫിഡന്റ് ആയിട്ട് സൈലത്തിനോടൊപ്പം ഒരു ആഗ്രഹമുള്ള കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റും. ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാൻ വേണ്ടി, ഇത്രയും അധികം എക്സാംസ് എഴുതാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ സൈലത്തിന്റെ ഹൈബ്രിഡ് സെന്ററുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കോട്ടയത്തുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട് ആൻഡ് ട്രിവാൻഡ്രമുണ്ട്. ഈ 4 സ്ഥലങ്ങളിലാണ് സൈലത്തിന്റെ ജെഇ പ്രോഗ്രാം ഈ വർഷം നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റ് വിവരങ്ങൾ അറിയുക, സ്കോളർഷിപ്പുകൾ അറിയുക, സൈലത്തിലേക്ക് എത്തുക. ഒരുമിച്ച് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.